കൊല്ലം മുളിയാക്കോവിലെ കൊലപാതകത്തിന് പിന്നിൽ പ്രണയ നൈരാശ്യം എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരിയുമായുള്ള വിവാഹം ഒഴിവായതിന്റെ വൈരാഗ്യത്തിലാണ് തേജസ കൊല നടത്തിയത്. വീട്ടിലേക്ക് ഓടിക്കയറി ഇന്ധനവുമായി ഓടിക്കയറിയായിരുന്നു കൊല. യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടത് ആ പെൺകുട്ടിയെയാണ്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയ ആ പെൺകുട്ടിയെയാണ്. പർദ്ദ ധരിച്ചെത്തിയ തേജസിന്റെ മുഖം വ്യക്തമായി കണ്ടു എന്ന് ഫെബിന്റെ അമ്മ ഡെയ്സി പറഞ്ഞു. ആൾക്കാർ ഓടി വന്ന് ഇവരെ ഓട്ടിക്കും, ആരെയും കണ്ടില്ല. ബൈക്കിൽ വന്നവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്ന അല്ലാതെ ആരും ഒന്നും ഇറങ്ങി വന്നില്ല. അപ്പോഴത്തേക്കും അപ്പു എന്നെ കുത്തി ബ്ലഡ് ഇങ്ങനെ വെള്ളം പോലെ ഒഴുകി അവർ ഓടി വന്ന് വീണ്. അപ്പൊ ജോലി പറഞ്ഞ് എനിക്കും കുത്തുണ്ടെന്ന്. ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവന്നപ്പം തന്നെ അവന് അനക്കൊന്നും ഇല്ലായിരുന്നു. എനിക്ക് വയ്യ, എന്റെ കൊച്ചിന് മകൻ പറ്റുമോന്ന് എനിക്ക് തോന്നുന്നു. പർദ്ദയിട്ട വന്നത് ഞാൻ മുഖം കണ്ടൊരു വെളുത്തൊരു ചെറുക്കനാ അവൻ കൂസലില്ലാതെ നടന്നങ്ങ് പോയി. അപ്പോഴത്തേക്ക് അപ്പു വീണ് അവൻ നടന്നു പോയപ്പോഴത്തേക്ക് തന്നെ അവൻ കുറച്ച് രണ്ട് ബൈക്കുകാരന്മാർക്ക് പറഞ്ഞപ്പോ അവരെല്ലാരും സ്വയരക്ഷയല്ലേ നോക്കത്തുള്ളൂ. അപ്പോഴാ ജോജി അകത്തായത്. എന്ത് പറഞ്ഞു അവൻ വീട്ടിൽ വന്നേ? ഒന്നും അയാൾ സംസാരിച്ചില്ല. കോളിംഗ് ബെല്ലടിച്ചു. ഇതേ കണക്ക് കോളിംഗ് ബെല്ലടിച്ചെന്ന് ഞങ്ങൾ തുറന്ന്, അങ്ങനെ പട്ടി തുറന്ന് വിട്ടേക്കും എപ്പോഴും. പക്ഷെ അപ്പോഴെന്തോ എൻ്റെ കസിൻ വന്നുകൊണ്ട് ഞങ്ങൾ കൂട്ടിലേക്കാക്കിയതാണ്. അന്നേരം പിന്നെ കോളിംഗ് ബെല്ലടിച്ചിട്ട് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഥവ് തുറന്നുണ്ട്. പർദ്ദയിട്ടെന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ച് ഞാൻ അകത്തിരിക്കുമായിരുന്നു. അന്നേരം കാണാൻ ഇയാൾ ചാടി അകത്തോട്ട് അങ്ങ് കയറുക. ഇയാളാന്ന് പറഞ്ഞാൽ മുഖം കണ്ടോണ്ടാ എനിക്ക് പിന്നെ ഇയാളാന്ന് കയറുന്നു. അന്നേരം ഇയാൾ എന്തോ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു. പെട്രോൾ എന്തോ സ്മെല്ലുണ്ടായിരുന്നു. പെട്രോൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവൻ ചാടി കയറുമ്പോൾ എൻ്റെ മോൻ ഓടി വന്ന് ഇച്ചിരി ആടിച്ചിരി അവനെ കൊണ്ടുവന്നപ്പോഴേ അനക്കൊന്നും ഇല്ലായിരുന്നു. ഇത്ര